ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂർ പോവാണ് 2 days. ഫ്രണ്ട്സ് ഉണ്ട്, അവരങ്ങോട്ട് ഡയറക്റ്റ്ലി വരും. അവർ കേരളത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരിവിടുന്ന് ഇന്നലെ രാത്രിയിൽ കയറി. ചായ കുടിക്കാൻ സ്റ്റോപ്പ് എടുത്ത്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇത് കണ്ടോ, ഇത് ചെന്നൈയിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. എന്ത് വലുതല്ലേ ഇത്. ഞാൻ പോയ വഴിക്ക് കണ്ട ഒരു സ്റ്റാച്ചു ആണ്. അയ്യോ, ഓൺ ടൈം ഓടണം ഇനി ഇവിടെ കിടക്കാൻ. അങ്ങനെ ഓടിച്ചാടി വന്ന് എനിക്ക് കറക്റ്റ് ടൈമിൽ ട്രെയിൻ കിട്ടി. ഞാൻ വന്ദേ ഭാരതിലാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കൈ കിട്ടിയൊരു പത്രം വായിച്ച് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. ബുക്ക് ചെയ്തപ്പോൾ ഫുഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വിട്ടുപോയി. തലേ ദിവസം പാക്കിങ്ങും പിന്നെ ഓഫീസിലെ കുറേ വർക്കും എല്ലാം ആയിട്ട് ഉറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. അതുകൊണ്ട് ഞാനൊരു 3-4 മണിക്കൂർ എന്തോ ഇന്നലെ രാത്രി ഉറങ്ങിയുള്ളൂ. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ കമന്ന് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണ് തുറന്ന് നോക്കിയപ്പം ദേ എത്തി ബാംഗ്ലൂർ. ഞാൻ ആക്ച്വലി ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരോട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഡയറക്റ്റ്ലി കേരളത്തിൽ നിന്ന്, അവർ കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് നേരെ ബാംഗ്ലൂരോട്ട് വന്നു. ഈ ബാലാജി റെസ്റ്റോറൻറ്റ് എനിക്ക് നേരത്തെ അറിയാവുന്ന റെസ്റ്റോറൻറ്റാണ്. അവിടുത്തെ പൂരി എനിക്ക് നല്ല ഇഷ്ടമാണ്. കാര്യം ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചിട്ട് പൊക്കോ, ലൈക്ക് അവർ ഫുഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, ബിക്കോസ് എനിക്ക് ഇവിടെ നിന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോയി അവിടുന്ന് പൂരി കഴിച്ചു. ഇടാൻ പോവുകയാണ്. ഇവിടെ ഒരുപാട് ഓട്ടോസ് ഉണ്ട്. ഓട്ടോക്കാർ ബാക്കിലുണ്ട്. ഭയങ്കര പൈസയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോകത്തില്ല, ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ചെന്നൈയിലെ പോലെ ഭയങ്കര ചൂടില്ല, ഒരു ചെറിയ തണുപ്പുണ്ട്. ഇപ്പോൾ ഓട്ടോയിലൊക്കെ പോകുമ്പോൾ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. ചെന്നൈയിൽ പക്ഷേ അയ്യോ ഭയങ്കര ചൂടായി ഇപ്പോൾ. പക്ഷേ കൊള്ളാം. ബാംഗ്ലൂർ ഇവിടെ വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടായിരിക്കുമല്ലേ. നമ്മൾ KSRൻ്റെ നേരെ വെളിയിലിറങ്ങുമ്പോൾ കുറേ ഓട്ടോക്കാർ വരും. ഇപ്പം ഞാനിത് ഊബർ ഞാൻ പോകുന്നത് ഇവിടുന്ന് ഒരു 10 kilometers ഉണ്ട്. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് എത്രയാണ് 170 rupees-നാണ്. പക്ഷേ സെയിം സ്റ്റേയിൽ അവർ ചോദിച്ചത് 350 അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ നേരെ വന്നിട്ട് അതെല്ലാം കയറും. എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് നേരത്തെ. അതാ ഇപ്പം അല്ല, ഇതിന് മുന്നേ ഞാൻ കുറേ വട്ടം വന്നിട്ടുണ്ട് ബാംഗ്ലൂർ. അപ്പം ഒരു വട്ടം ആദ്യം വന്നപ്പോൾ എന്തോ. അപ്പോൾ അത് എല്ലാവരും മനസ്സിൽ വെച്ചേക്കാം. കാര്യം പറഞ്ഞേക്കാം, ഇതൊക്കെ ഞാൻ എടുത്ത് ഇടുവേ. മാനങ്ങളല്ലേ അപ്പോൾ എത്തി, ഡ്രസ്സൊക്കെ മാറി. ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടേ ഇല്ല, തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കും, എന്നിട്ട് വൈകിട്ട് പുറത്ത് പോവും. ഇപ്പോൾ ഞാൻ ഈ വ്ലോഗ് എൻഡ് ചെയ്യുക. പാർട്ട് 1 ആയിട്ട് ഞാനിടാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ ഇടാം സെക്കൻഡ് വ്ലോഗായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.